ഏകപക്ഷീയമായി ചെയ്തു. അപ്പോൾ തിരുവിതാംകൂർ, തിരുക്കൊച്ചി, പിന്നെ കേരളം 956 അവർ ഏകപക്ഷീയമായി ചെയ്യുകയാണ്. വാസ്തവത്തിൽ അനാഥമായിരുന്നു ആ കാലഘട്ടം. 970 ശ്രീ അജയൻ പറഞ്ഞത് ശരിയാണ്. അന്ന് മുല്ലപ്പെരിയാർ മാത്രമല്ല, ഈ ഞങ്ങളുടെ ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന പോലെ ആളിയാർ, പറമ്പിക്കുളം നിരവധി ഡാമുകളെ സംബന്ധിച്ച് ഇൻ്റർസ്റ്റേറ്റ് റിവർ ഡിസ്പ്യൂട്ടാണത്. കരാറുകൾ പുതുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അതിനിടയിൽ കൂടെ വരുന്നത്. ഇത് ഒരിക്കലും അതിൻ്റെ കൂടെ ചർച്ച ചെയ്യപ്പെട്ടുകൂടാ. അത് മാത്രമല്ല, ഇത് പ്രത്യേക എഗ്രിമെൻ്റാണ്, കരാറാണ്. ഇത് മറ്റതിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റത് തമിഴ്നാടും കേരളവുമായിട്ടുള്ളതാണ്. ഇത് ബ്രിട്ടീഷിൻ്റെയും തിരുവിതാംകൂറും തമ്മിലുള്ളതാണ് വിഷയം. അപ്പോൾ അതിലൊക്കെ വന്നിട്ടുള്ള 964 വാസ്തവത്തിൽ ആദ്യമായി ചോർച്ച കണ്ടെത്തുന്നത്. പിന്നീടാണ് ചോർച്ചയിലേക്ക് പോകുന്നത്. അതിൻ്റെ ലീഗാലിറ്റിയൊക്കെ പിന്നെ അടിയിലായി. ചോർച്ച ആളുകളുടെ ജീവൻ്റെ സംരക്ഷണം, ജീവരക്ഷ, അതാണല്ലോ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ. 64 ഇതുണ്ടായിട്ട് അതിന് ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു സംവിധാനം ഉണ്ടാക്കാൻ എത്ര വർഷമെടുത്തു? ഞാനിവിടെ നോക്കുകയാണ്. 979 സെൻട്രൽ വാട്ടർ കമ്മീഷൻ അതിൻ്റെ ചെയർമാനായിട്ടുള്ള ഡോക്ടർ KC തോമസ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത് സൂക്ഷ്മമായി പരിശോധിക്കുന്നത് 979 64 മുതൽ ചോർച്ചയുണ്ടായതാണ്. ആ ചോർച്ച കൂടിക്കൊണ്ടേയിരുന്നു, ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ശുപാർശകൾ 79, 80 നടപ്പാക്കേണ്ടതാണ്. ആ റിപ്പോർട്ടിൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആ റിപ്പോർട്ടിൽ ബലക്ഷയം ഏറ്റവും വലിയ പ്രശ്നമായി കണ്ടുകൊണ്ട് അത് ബലപ്പെടുത്താൻ, ഇന്നത്തെ പോലെയൊന്നും വന്നിട്ടില്ല, ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഹ്രസ്വകാല നടപടികൾ, ദീർഘകാല നടപടികൾ ഒക്കെ ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എത്ര വർഷമായി? 980 കഴിഞ്ഞ് ഇപ്പോൾ 34 വർഷമായിട്ടും ആ നടപടികൾ പോലും സ്വീകരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ വളരെ വലിയ വിഷയം. എല്ലാ കാര്യത്തിലും നമ്മൾ പിന്നിലാണ്. അത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, എല്ലാ കാര്യത്തിലും നമ്മൾ പിന്നിലാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ക്രൂഷ്യലായിട്ട് വന്ന ഒരു വിഷയമുണ്ടല്ലോ, 142 അടി. ആ 142 അടിയെ സംബന്ധിച്ച് ഒരു ജോയിൻറ്റ് കമ്മിറ്റി വന്നല്ലോ, ഒരു ഹൈ ലെവൽ കമ്മിറ്റി, ഹൈ പവർ കമ്മിറ്റിയോ, ആ കമ്മിറ്റിയുടെ പേര്. ആ കമ്മിറ്റിയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ട് പോയ ജസ്റ്റിസ് KT തോമസ് അദ്ദേഹം എടുത്ത നിലപാട് ദുരൂഹമാണ് എന്ന് ഇപ്പോൾ പരസ്യമായി വന്നു കഴിഞ്ഞു. ദുരൂഹമാണ്. ആ റിപ്പോർട്ടിൽ എന്താ അദ്ദേഹം പറയുന്നത്? അദ്ദേഹം കേരളത്തിന് വേണ്ടിയാ പോയത്. പക്ഷെ കേരളത്തിന് വേണ്ടി ഞാൻ കേരളത്തിന്റെ ആളായിരുന്നില്ല, ഇന്ത്യയിലെ മൊത്തത്തിന്റെ ആളായിരുന്നു. ഒരിക്കലുമല്ല. കേരളത്തിന്റെ സംസ്ഥാന ഗവൺമെന്റ് യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാൾ കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി തമിഴ്നാടിന്റെ കൂടെ നിന്നു എന്നുള്ള ആക്ഷേപമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല, അദ്ദേഹം കണ്ണടച്ചു കൊടുത്തു. അദ്ദേഹം ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞില്ല. 142 അടി തമിഴ്നാട് പറയുമ്പോൾ അതിൻ്റെ ബലക്ഷയമാണ് പ്രശ്നം. അത് ഉത്തരം പറയാൻ ഞാൻ ആളല്ല, അതിന് വിദഗ്ധമായ സമിതി അവരാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. അംഗമാവാൻ തയ്യാറായി. അത് എന്തിനാണ്? അതാണ് ചോദ്യം. അത് വളരെ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് പരാജയം സംഭവിച്ചു. ഇപ്പോൾ 142 അടിയായി. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. ആ സുപ്രീം കോടതിയുടെ ബലത്തിലാണ് ഈ അഹങ്കാരം തമിഴ്നാട് നമ്മോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ജുഡീഷ്യറിയുടെ സുരേഷ് ബാബു, ജുഡീഷ്യറി അല്ലെങ്കിൽ കോടതി, പ്രത്യേകിച്ച് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പരമാ കോടതിയാണ്, ഏറ്റവും കൂടുതൽ പരമാധികാരമുള്ള കോടതിയാണ്. ആ കോടതിയിൽ ഇപ്പോഴും 35 ലക്ഷം ജനങ്ങളുടെ ജീവൻ ഇത്രയും വലിയ മുൾമുനയിൽ നിൽക്കുന്നൊരവസ്ഥയിൽ ഒരു രാജ്യത്ത് 10 പേര് മരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായാൽ ഈ എല്ലാ നിയമത്തിനും അപ്പുറം മനുഷ്യജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ അതിൽ ഇൻഡർസ്റ്റേറ്റ് നിയമമില്ല, ജലമില്ല, ഒന്നുമില്ല. ഇവരുടെ ജീവൻ രക്ഷിക്കണം. അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണം ഉണ്ടാവേണ്ടത്. എന്തുകൊണ്ട് സുപ്രീം കോടതി അത് ചെയ്യുന്നില്ലെങ്കിൽ കേരളത്തിലെ നിയമസഭകൾ, കേരളത്തിൽ മാത്രമല്ല ലെജിസ്ലേച്ചറിന് സുപ്രീം കോർട്ടിൻ്റെ മേൽ, ജുഡീഷ്യറി എന്ന് പറയുന്നത് ഉണ്ടാക്കുന്ന നിയമം വ്യാഖ്യാനിക്കാനുള്ളവരാണ്, അവരുടെ മേൽ എന്തുകൊണ്ട് നിയമം ഉണ്ടാക്കി അതിനെ ചോദ്യം ചെയ്യാൻ ഒരിക്കലും ഉണ്ടാക്കിയത് തട്ടിക്കളഞ്ഞിട്ടുണ്ടാവാം. ഇനിയും ചെയ്തുകൂടെ? ആസാമിലെ ഒരു സ്പീക്കറെ സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ സ്പീക്കർ എന്താ പറഞ്ഞേ? തിരിച്ച് സുപ്രീം കോടതി ജഡ്ജിമാരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ ആസാമിൻ്റെ മണ്ണിൽ കാല് കുത്തിയാൽ യു ഷുഡ് അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സുപ്രീം കോടതി അനങ്ങിയില്ല. പിന്നെ എന്തുകൊണ്ട് ആ ഒരു തൻ്റെ ഇടം കേരളത്തിലെ ലെജിസ്ലേച്ചറിന് ഇല്ലാതെ പോയി? അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്, ഭരണകൂടത്തിന് എന്തുകൊണ്ടില്ല? നിങ്ങളുടെ പാർട്ടിയാണ് ഇവിടെ ഭരിക്കുന്നത്.
ഇതിപ്പോൾ ഈ ഒരു 2011 മുതൽ 16 വരെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ പറയുന്നത്. 2011 മുതൽ 16 വരെ നിലനിൽക്കുന്നതോ അല്ലെ 11-ൽ ആരംഭിച്ചതോ ഇന്ന് ഡാം പൊട്ടിയാൽ അതിന്റെ ഉത്തരവാദിത്തം എന്തായാലും ഇപ്പൊ കേരളം ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തലയിൽ തന്നെയായിരിക്കും. ഞാൻ പറയാം, 11 മുതൽ ആരംഭിച്ചതോ 16-ൽ അവസാനിക്കാൻ സാധ്യതയുള്ളതോ ആയ ഒരു പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ഇത്. ഇതിനകത്ത് ഞാൻ ഈ പറയുന്നത് കൊണ്ടൊന്നും ഇന്ന് ഭരിക്കുന്ന കക്ഷിയോ ആ ഭരിക്കുന്ന കക്ഷിയിൽപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കോ ഉള്ള സാങ്കേതികവും ധാർമ്മികവുമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒരിഞ്ച് പോലും ഒഴിഞ്ഞുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. പൂർണ്ണമായും ആ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ശിരസ വഹിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്, വളരെ ഗൗരവത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ നമ്മൾ ജുഡീഷ്യറിയെക്കുറിച്ച് പറഞ്ഞാൽ, ജുഡീഷ്യറിയിൽ ഞാനും വ്യാകുലപ്പെടുന്നതോ വേവലാതിപ്പെടുന്നതോ ആയ സംഗതിയാണിത്. ഒരാളുടെ ജീവൻ അഭിഭാഷകനും കൂടിയാണ്. അതെ, ഒരാളുടെ ജീവൻ കൊടുക്കാൻ കഴിയാത്ത ഒരു ജീവൻ എടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുന്നിൽ പടക്കുതിരിയെപ്പോലെ ചാടി വീഴേണ്ടതാണ് ഭരണകൂടം എന്ന വിശ്വാസക്കാരനാണ് ഞാൻ. അതിലൊന്നും ഒരു ഇളവും കൊടുക്കേണ്ടുന്ന കാര്യമില്ല. പക്ഷേ അത് ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിജയിക്കുന്ന രൂപത്തിൽ അത് ബോധ്യപ്പെടുത്തണം. പക്ഷെ ബോധ്യപ്പെടാതിരിക്കുന്നതാണ് നീതിപീഠത്തിൻ്റെ കർണബധിരങ്ങൾ എങ്കിൽ അവരെ അത് ബോധ്യപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികളിലേക്ക് പോകണം. അതിൽ വേവലാതിയുണ്ട്, വ്യാകുലതയുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ അതിനകത്ത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒട്ടുമുക്കാലും എല്ലാ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കരാറുകളും നൾ ആൻഡ് വോയിഡായി പ്രഖ്യാപിക്കപ്പെട്ടു, അത് നിലവില്ലാത്തതായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ ഏത് മാനുഷിക മൂല്യമാണ് 1000 കൊല്ലത്തേക്കൊക്കെ ഒരു കരാറുണ്ടാക്കാൻ അവകാശം കൊടുക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതെ, ഇപ്പോഴേ പുതിയ ജനാധിപത്യ ഭരണകൂടം ഇനി ഒരു നിയമ ഭേദഗതി കൊണ്ടുവരണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പാർട്ടിക്കകത്തിൽ സമ്മർദ്ദം ചെലുത്തും. ഒരു കരാറും, അത് ഇന്റർ സ്റ്റേറ്റ് ആയാലും 2 ഗവൺമെൻറ്റുകളായാലും ഈവൻ 2 വ്യക്തികളായാലും 100-ൽ താഴെയുള്ള വർഷത്തേക്കുള്ള കരാറുകൾ കൊടുക്കാൻ മാത്രമേ ഒരു ഭരണകൂടത്തിന് അധികാരമുള്ളൂ എന്ന നിലയിലേക്ക് നമ്മൾ പോകണം. അല്ലാത്ത പക്ഷമുണ്ടാകുന്ന ബുദ്ധിമുട്ടാണിത്. അതുകൊണ്ട് പുതിയ നിയമം ഈ ഗവൺമെൻറ് കൊണ്ടുവരണം, യൂണിയൻ ഗവൺമെൻറ് കൊണ്ടുവരണം. 100 കൊല്ലത്തിന് അധികമുള്ള എല്ലാ കരാറുകളും റദ്ദാക്കപ്പെടുകയും പുതിയ കരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യണം. ഇതിന് അടിസ്ഥാനപരമായ ഒരു സൗകര്യമായി ഈ കാര്യത്തിൽ അത്തരമൊരു നിയമം കൊണ്ടുവന്നാൽ ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കരാർ അടിസ്ഥാനത്തിൽ സംരക്ഷണം കൊടുക്കാൻ സുപ്രീം കോടതിക്കും കഴിയാതെ വരും. രണ്ടാമത്തെ ഒരു വശം, പക്ഷെ അതിനൊന്നുമുള്ള സാവകാശമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളൊരു മുനയിലാണ്. ഒഴുക്ക് കണ്ടുകൊണ്ട് ജീവൻ ഓരോ ദിവസവും ഭയവിഹ്വലരായി കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, അവരുടെ മനോവികാരത്തെ കാണാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിനും സ്ഥായിയായി നിലനിൽക്കാൻ കഴിയില്ല. അതിനാവശ്യമായ നടപടികൾ എടുക്കണം. കേന്ദ്രത്തിൻ്റെ മുമ്പിൽ പോവുകയാണ് എല്ലാ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും ഭരണകക്ഷി രാഷ്ട്രീയ കക്ഷികളും ഒരുമിച്ച് കേന്ദ്രത്തിന് മുമ്പ് പോവുകയാണ്. അവിടെയാണ് പുതിയ ഉന്നയിക്കുന്നത്. ആന്തരികമായ അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യത്തിന് വെളിയിലുള്ള സാങ്കേതിക വിദഗ്ധന്മാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിന് സുരക്ഷിതത്വമുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുകൂടി. പക്ഷെ അതൊന്നും ഈ നാട്ടിലെ ജനങ്ങളുടെ ഭയവിഹ്വലതയെ അകറ്റാൻ കഴിയില്ല. ഭയചകിതരായി നിൽക്കുന്ന ഒരു 2-3 കോടി ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് മറ്റൊരു പ്രതിവിധിയില്ല. ഈ പ്രതിവിധി നിലനിരപ്പ് താഴ്ത്തുക, സുസ്ഥിരമായ ഒരു പുതിയ അണക്കെട്ട് കെട്ടുക, ജനങ്ങളുടെ ഭയം മാറ്റുക. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഈ ഭരണമുന്നണി തയ്യാറാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. തയ്യാറാവുകയും ചെയ്യും. പ്രത്യേകിച്ച് വളരെ അപൂർവങ്ങളായിട്ടുള്ള പരിസ്ഥിതിക്കൊക്കെ പരിസ്ഥിതി അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ വന്യമൃഗങ്ങൾ അവിടുത്തെ ആവാസ വ്യവസ്ഥയൊക്കെ ബാധിക്കുമെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് എന്ന നിലയിൽ തന്നെ വലിയ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ തരത്തിൽ കേരളത്തിന് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല? സത്യത്തിൽ കേരളത്തിൽ മൂവ് ചെയ്യാനുള്ള ഒട്ടേറെ സന്ദർഭങ്ങളുണ്ടായതാണ്. അവിടെ ഇപ്പോൾ തന്നെ 1972 വന്യജീവി നിയമം വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ 142 അടി ഉയർത്തിയപ്പോൾ തന്നെ വന്യജീവി നിയമം വയലേറ്റ് ചെയ്തിരിക്കുക. ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ആ സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം തന്നെ പറയുകയുണ്ടായി, കക്ഷി നേതാക്കന്മാരെല്ലാം തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, 72 വന്യജീവി നിയമം, അതുപോലെ തന്നെ പരിസ്ഥിതി നിയമം, അതുപോലെ തന്നെ ടൈഗർ റിസർവ് നിയമം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ 7ഓളം നിയമങ്ങളുടെ പരസ്യമായ ലംഘനം നടന്നു കഴിഞ്ഞു. ആ നിയമം ഇങ്ങനെ ഒരു ചർച്ച നടന്നു എന്നറിഞ്ഞ ഉടനെ തന്നെയാണ് ഹരിത ട്രൈബ്യൂണലിലേക്ക് പോയത്. ഇതാ ഞാൻ പറഞ്ഞത്, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സെല്ലോ അല്ലെങ്കിൽ അത്തരത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധന്മാരുമായി ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ പാരിസ്ഥിതിക വിദഗ്ധന്മാരുമായി ചർച്ച ചെയ്യാനോ, അണക്കെട്ടുകളെക്കുറിച്ച് ഡാം ഇവിടെ നേരത്തെ പറയുണ്ടായിരുന്നു 1979
കേന്ദ്ര സേഫ്റ്റി ഡാം കമ്മീഷൻ പറഞ്ഞതാണ് ഇത് അപകടമാണ്, ഈ ഡാം അപകടമാണ് എന്ന് പറഞ്ഞതാണ്. ഇപ്പം നമുക്ക് ആർക്കെങ്കിലും ഒരു ഡാം ഡീകമ്മീഷനെ കുറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തോട് വല്ലതും കമാന്നൊരു അക്ഷരം ഇടാൻ പറ്റുമോ? ഡീകമ്മീഷൻ എന്ന് പറയുമ്പം തന്നെ ലോകത്ത് ആകമാനം തന്നെ അണക്കെട്ടുകൾ ഡീകമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് പുതിയ രീതിയിൽ ആലോചിച്ചുകൂടാ? ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്നെ ആകെ വേവലാതിയല്ലേ. അതിന് പകരം കസ്തൂരിരംഗ റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നു പറഞ്ഞാൽ ജനങ്ങൾക്ക് രണ്ട് റിപ്പോർട്ടും വിരുദ്ധമാണെന്ന് പറഞ്ഞു. കേരളത്തിൽ 18,000 കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. 18,000 കോറികൾ അനധികൃതവും എന്താണ് നിയമപരവും നിയമപരമല്ലാത്തതുമായിട്ടുള്ള. കേരളം ഒരിക്കലും ഒരു ഈ ഭൂകമ്പ ബാധിത പ്രദേശം ആയിരുന്നില്ല, സ്ഥലമായിരുന്നില്ല. ഇപ്പോൾ ഈ 800 ഹെക്ടർ സ്ഥലം ഇടുക്കിയിലെ മാത്രം ജലാശയം അണക്കെട്ടുകളുടെ മാത്രം ഉള്ളതാണ്. ഈ നമ്മുടെ തെന്മല മുതൽ മലമ്പുഴ വരെ 200ഓളം അണക്കെട്ടുകളുണ്ട്, 34ഓളം വൻകിട അണക്കെട്ടുകൾ. ഇതൊക്കെ ഭാവിയിൽ എന്തുണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ച് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പുതിയ ചിന്ത, വെറുതെ ഇങ്ങനെ വർത്തമാനം പറയുകയല്ലാതെ രാഷ്ട്രീയ നേതൃത്വം കേരളത്തിലെ, ഞാൻ വളരെ സ്വയം വിമർശനപരമായി എൻ്റെ എൻ്റെ നെഞ്ചിന് നേരെ ചൂണ്ടിക്കൊണ്ടുവരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം, ജനങ്ങളെ നയിക്കാൻ കഴിയുന്ന നേതൃത്വം പുതിയ ഒരു ചിന്തയിലേക്കും ഒരു പുതിയ പരിപ്രേക്ഷ്യത്തിലേക്ക് എത്തണം. അതാണ് മുല്ലപ്പെരിയാർ തരുന്ന വലിയ സന്ദേശം. മുല്ലപ്പെരിയാർ വേൾഡ് ഹെറിറ്റേജ് എന്ന് പറയുന്നത് വളരെ പരിസ്ഥിതി ലോലമെന്ന് പറഞ്ഞാൽ അതിലോലമായ പ്രദേശമാണ്. അതിലോലമായ പ്രദേശവും അങ്ങനെയുള്ള വളരെ ആദിവാസി വിഭാഗം തന്നെ മന്നാർ സമുദായം പോലുള്ള വളരെ അരികിൽ മാർജിനലൈസ് ചെയ്യപ്പെട്ട വളരെ റെയറായി കാണപ്പെടുന്ന ഈ അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള ജനവിഭാഗങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനമായ പ്രശ്നം, മുല്ലപ്പെരിയാർ പ്രശ്നം തരുന്ന ഒരു മെസ്സേജുണ്ട്, ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം പോലും ഉൾക്കൊള്ളാൻ നമുക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ശ്രീ എം വിജയകുമാർ, താങ്കൾ സ്പീക്കറായിരുന്ന ആളാണ്. ഞാൻ നേരത്തെ ഉന്നയിച്ച സുരേഷ് ബാബുവിനോട് ചോദിച്ച ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. സ്പീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അതിർത്തിയിൽ അദ്ദേഹമാണ് കോടതി. അദ്ദേഹത്തിൻ്റെ അതിർത്തിയിൽ സുപ്രീം കോടതിക്ക് പോലും കടന്നു വരാൻ പറ്റില്ല. സ്പീക്കർ ഇരിക്കുന്ന സ്ഥലം കോടതിയാണ്, എന്തും ചെയ്യാം, പരമാധികാരിയാണ് സ്പീക്കർ. ഒരു സ്പീക്കർക്ക് അല്ലെങ്കിൽ ഒരു നിയമസഭയ്ക്ക് ഒരു നിയമം പാസ്സാക്കിയാൽ ആ നിയമത്തെ ധിക്കരിച്ച്, എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ആ നിയമം എന്ന് പറയുന്നത് കേരളത്തെ ബന്ധിപ്പിച്ചുള്ളതാണ്. കേരളത്തിൻ്റെ സർവാധികാര സഭയാണ് നിയമസഭ. അവിടെയാണ് കേരളം സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ അധീനതയിൽപ്പെട്ട മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ പുതിയൊരു ഡാം സ്വന്തം മണ്ണിൽ നിർമ്മിക്കാൻ നിയമസഭ തീരുമാനിച്ചാൽ അത് തട്ടിക്കളയാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് ഇൻഡർസ്റ്റേറ്റ് റിവറല്ല, ഇൻഡർസ്റ്റേറ്റ് റിവറാണ് ഞാൻ സമ്മതിക്കുന്നു. കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു ഇതിൽ ഒരു അണ കെട്ടാൻ കേരളത്തിന് അധികാരമില്ലേ? അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ സുപ്രീം കോടതി ജഡ്ജിയെ ഇവിടെ കേരളത്തിൽ വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാനുള്ള തൻ്റെ ഇടം കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടോ? അങ്ങനെ അഭിഭാഷകൻ കൂടിയാണ്. അല്ല, ഞാൻ ഇതിന്റെ വികാരം ഉൾക്കൊള്ളുന്നത് ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് ഇതിന്റെ വികാരം അറിയുന്ന ഒരു പത്രപ്രവർത്തകനാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇത് പൊട്ടിത്തെറിച്ചാൽ അല്ലെങ്കിൽ ഇത് പോയാൽ 30 ലക്ഷം പേര് മരിക്കുന്നതിന്റെ ഭീകരത എപ്പോഴും എന്നെയും വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് ചോദിക്കുന്നതല്ല. ശ്രീ പി ജെയിംസിൻ്റെ അദ്ദേഹം പ്രകടിപ്പിച്ച കാര്യങ്ങൾ സ്വാഭാവികമാണ്, ആശങ്കകളും സ്വാഭാവികമാണ്, നമുക്കെല്ലാം ഉള്ളത് തന്നെയാണ് അങ്ങ് ഇവിടെ ഉന്നയിച്ചത്. നിയമസഭയെ സംബന്ധിച്ച് പറഞ്ഞാൽ നിയമസഭയ്ക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. നിയമനിർമ്മാണത്തിലാണ്, അൺലിമിറ്റഡ് പവേഴ്സാണ്. നിയമം നിർമ്മിക്കാനേ അധികാരമുള്ളൂ. നിയമം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ നിയമങ്ങൾ വ്യാഖ്യാനിക്കാൻ കോടതിക്കാണ് അധികാരം. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമത്തിൻ്റെ കാര്യം പറയാം. അത് ഈ അപകടം കണ്ടുകൊണ്ട് ഡാമിൻ്റെ സുരക്ഷ എന്ന വിഷയം വച്ചുകൊണ്ട് തന്നെ നിയമസഭ പ്രമേയം പാസ്സാക്കുക മാത്രമല്ല ചെയ്തത്, ഡാം സേഫ്റ്റി ആക്ട് ഇവിടെ പാസ്സാക്കിയിട്ടുണ്ട്. ഡാം സേഫ്റ്റി ആക്ട് പാസ്സാക്കിയ ആ ഡാം സേഫ്റ്റി ആക്ടിനെ തമിഴ്നാട് ചോദ്യം ചെയ്തു, ചലഞ്ച് ചെയ്തു. അത് ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതി എന്താ പറഞ്ഞത്? സുപ്രീം കോടതിയുടെ വെർഡിക്റ്റ് എന്താ, അല്ലെങ്കിൽ നിരീക്ഷണം എന്തായിരുന്നു? കോടതി വിധിയെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തിയെന്നാണ്. കോടതി വിധിയെ പോലും ബൈപ്പാസ് ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിയമസഭകൾക്കും പാർലമെന്റിനുമുണ്ട്. ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. ആക്ടിവിസമാണ്, പ്രകടമാണ്. അതെ, എക്സ്ട്രീമിസം ആണെന്ന് വേണമെങ്കിലും പറയാം. ആക്ടിവിസം മാത്രമല്ല. കാരണം അതിന് ലെജിസ്ലേച്ചറിന്, പാർലമെന്റിന് ഇത് പാസ്സാക്കാൻ, കോടതി വിധിയെ മറികടക്കാനും, കാരണം രാജ്യ താല്പര്യത്തിന് വേണ്ടി ചെയ്യാനുള്ള അധികാരമുണ്ട്, നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്, ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട്. അതുവരെ ഇതിലുണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം.
പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നിയമസഭാ സ്പീക്കറായിരിക്കുന്ന കാലത്ത് സമർപ്പിച്ച 3 റിപ്പോർട്ടുകൾ ഇവിടെയുണ്ട്. ആ റിപ്പോർട്ടുകൾക്കൊക്കെയുള്ള പരിമിതി എന്താണെന്ന് അറിയാമോ? അതെല്ലാം റിപ്പോർട്ടുകളാണ്, അതിന് റെക്കമെൻഡേറ്ററി നേച്ചറാണ് ഉള്ളത്, റെക്കമെൻഡേഷൻസാണ്. അത് പാടില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ ആ കാലയളവിൽ തന്നെ ഇതിന് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വെറും റെക്കമെൻഡേഷൻ അല്ല, അതിന് ആക്ഷൻ്റെ ഒരു 3 മാസത്തിനുള്ളിൽ ഗവൺമെൻറ് അതിന് വ്യക്തമായ റിപ്പോർട്ട് തരാം, അങ്ങനെയൊക്കെ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ ഫലിച്ചിട്ടില്ല. ഇവിടെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൽ ശ്രീ അജയൻ പറഞ്ഞല്ലോ, പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ 142 അടിയാക്കാനുള്ള ഒരു സാങ്കേതികമായ വിധിയാണ് വാസ്തവത്തിൽ. 142 അടിയാക്കിയാൽ അവിടുത്തെ പാരിസ്ഥിതികമായ അവസ്ഥ എന്താകും? അവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണത്. ഇപ്പം 1600 ഏക്കർ സ്ഥലം വെള്ളത്തിലായിപ്പോൾ ആയില്ലേ? അതിനാരുടെ അനുവാദം കിട്ടി? ഞാൻ ഒറ്റ ഉദാഹരണം ശ്രീ ജെയിംസിനോട് പറയാം. ഈ തിരുവനന്തപുരത്തെ കുടിവെള്ളം വരുന്നത് പേപ്പാറ ഡാമിൽ നിന്നാണ്. ഇവിടെ വെള്ളം സ്കേഴ്സ് കുറേ തികയുന്നില്ല. അതുകൊണ്ട് 10 വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഡാമിലെ ജലനിരപ്പ് ഒരു 3 അടി ഉയർത്തണം. അത്രയേ ഉള്ളൂ. അതിന് അനുമതി കിട്ടുന്നില്ല. അതിന് കേന്ദ്രത്തിൻ്റെ ഫോറസ്റ്റ് എൻവയോൺമെൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, ഇന്നേ വരെ തന്നിട്ടില്ല. ആ വകുപ്പ് ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ ഒരു അനുവാദവും ഇല്ലാതെ 142 അടിയാക്കി അവിടുത്തെ ഫോറസ്റ്റിനെ മുഴുവൻ, അവിടുത്തെ ജീവജാലങ്ങളെ മുഴുവൻ വെള്ളത്തിലാക്കി. ഗുരുതരമായ അത് ഫോറസ്റ്റ് അല്ലല്ലോ, സുപ്രീം കോടതി അനുമതി കൊടുത്തിരിക്കുന്നു. സുപ്രീം കോടതി ഇതിന് അനുമതി കൊടുത്തിട്ടില്ല. 142 അടിയാക്കി 100 അതാണ് ഞാൻ സാങ്കേതികമായിട്ടുള്ളൊരു വിധിയാണിത്. വെറും സാങ്കേതികമായ 142 അടിയാക്കി ഉയർത്താനുള്ള അനുമതി കൊടുത്തു. ആ അടിയാക്കി ഫലമാണ് ഇതുണ്ടായത്. അതിന്റെ ഫലമായിട്ട് ഇതുണ്ടായി. ഇതെന്തുകൊണ്ട് പരിശോധിച്ചില്ല? അതുകൊണ്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഉൾപ്പെടെ ഉള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കണം. അവിടെ പോകേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ അന്തർദേശീയ ഏജൻസിയെ കൊണ്ട്. അതിനേക്കാൾ ഏറ്റവും പ്രധാനം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കേന്ദ്ര ഭരണകൂടമുണ്ടല്ലോ, അവർ ആക്ട് ചെയ്യണം. കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്ത് ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്ന ഭരണമെന്ന് പറഞ്ഞാൽ നിയമവാഴ്ചയാണ്, റൂൾ ഓഫ് ലോ എന്നാണ് പറയുന്നത്. റൂൾ ഓഫ് ലോ ആണ്. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് ഭരണം. ജീവനും സ്വത്തിനും സംരക്ഷണം. ഇവിടെ ജീവനും സ്വത്തിനും ഏറ്റവും വലിയ ആപത്തുണ്ടായി, ഏത് നിമിഷവും തകരാമെന്ന അവസ്ഥയുണ്ടായിട്ടും ഇവിടെ അനങ്ങുന്നില്ല കേന്ദ്ര ഭരണകൂടം. പിന്നെ എന്തിനാ ഒരു ഭരണകൂടം? അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് 2 സംസ്ഥാനങ്ങളെയും വിളിച്ചു ചേർത്തുകൊണ്ട് അവരെന്തൊക്കെ ശ്രീമതി ഉമാഭാരതി ഉണ്ടല്ലോ, അവരെന്തോ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞു പോയതല്ലാതെ നിസ്സാരമായിട്ട് അവർ കണ്ടിരിക്കുന്നത് വളരെ ലാഘവത്തോടു കൂടിയാണ്. കാര്യഗൗരവത്തോടു കൂടി കണ്ട് കേന്ദ്ര ഗവൺമെൻറ് 2 സംസ്ഥാനങ്ങളെയും വിളിച്ചുകൊണ്ട്, സുപ്രീം കോടതി വിധിയൊന്നും പ്രശ്നമേ അല്ല, വിളിച്ചുകൊണ്ട് ജീവൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയകുമാർ സാർ പറഞ്ഞതുപോലെ 2 സർക്കാരിനെയും വിളിച്ച്, തമിഴ്നാട് സർക്കാരിനെയും കേരള സർക്കാരിനെയും വിളിച്ചിരുത്തി ഒരു ചുറ്റുമിരുന്നു കൊണ്ട് ഇന്ന് ഇവിടുത്തെ മനുഷ്യൻ്റെ അവസ്ഥ, മനുഷ്യൻ്റെ ഇന്ന് ഭയവികലമായി ഇവിടെ മനുഷ്യൻ ജീവിക്കുകയാണ്, അവന് ഉറങ്ങാൻ കഴിയുന്നില്ല, അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തിൽ ജനങ്ങൾ കഴിയുന്നില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം. മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ച തുടരുകയാണ്. 142 അടിയായി ഉയർത്തിയപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായ ഈ മുല്ലപ്പെരിയാർ ഡാം അതിൻ്റെ ഉയരം 152 ആക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് വീണ്ടും ആവശ്യമുന്നയിച്ചിരിക്കുന്നു. രാജ്യാന്തര തലത്തിൽ അന്വേഷണ കമ്മിറ്റി വേണമെന്ന് കേരളവും വാദിച്ചുകൊണ്ടിരിക്കെ ഈ ചർച്ച തുടരുകയാണ്. ഈ ചർച്ചയുടെ അടുത്ത എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഭരണാധികാരികൾ ഉയർന്ന് പ്രവർത്തിച്ച്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച വാക്ക് തന്നെയാണ്, ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ സഖാവ് എം വി ജയകുമാർ ഇതിൻ്റെ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സേവനം ഈ മുല്ലപ്പെരിയാർ ഇറിഗേഷൻ വകുപ്പ് ഈ ഗവൺമെൻറ് സ്വീകരിക്കാൻ തയ്യാറാകും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ദുരന്തം സംഭവിച്ചാൽ സുപ്രീം കോടതി വന്ന് മറുപടി പറയൂ, സുപ്രീം കോടതി ജഡ്ജിമാർ വന്ന് മറുപടി പറയൂ, കേരളത്തിൽ നഷ്ടപ്പെട്ട 35 ലക്ഷം പേരുടെ ജീവൻ സുപ്രീം കോടതി തിരിച്ചു തരൂ. ഇവിടെ എൻ്റെ മുന്നിൽ ഗൗരവമുള്ളൊരു പ്രശ്നം ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ മലയാളികൾ മാത്രമല്ല തമിഴ് ജനവിഭാഗങ്ങളും ഉണ്ടാവും. തമിഴെന്നോ മലയാളമെന്നോ വ്യത്യാസമില്ല, ആളുകളുടെ ജീവൻ രക്ഷിക്കുകയാണ്. ആ ജീവൻ രക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല.